ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് പുഴയിൽ നിറയെ പായലാണ് കേട്ടോ. ഇത് ശനിയാഴ്ച എടുത്തൊരു വീഡിയോ ആണ്. ഇത് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ലേറ്റ് ആയത് ഇടാനായിട്ട്. അപ്പം ശനിയാഴ്ച എനിക്ക് നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് രാവിലെ തൊട്ട് തുണി വാഷ് ചെയ്യാനും ബാത്റൂം കഴുകാനും കിച്ചൺ റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നിറയെ ജോലിയായിരുന്നു. അപ്പോൾ ചേട്ടൻ വൈകിട്ട് വന്നപ്പോഴേക്കും ദേണ്ടടാ ചിക്കനൊക്കെ കൊണ്ടുവരുന്നു. ഞാനെന്നാൽ ഇന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടൊക്കെ ഉണ്ടാക്കി കുട്ടികളെ പറ്റിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ചിക്കനും പിന്നെ പോർക്കിറച്ചിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ വാങ്ങിക്കൊണ്ട് വന്നാൽ നമ്മളത് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് വിഷമമൊക്കെ പറഞ്ഞ് ചെയ്യാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു ഞാനിത് കഴുകിയൊക്കെ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ആളത് കഴുകിയൊക്കെ എടുക്കുവാണ്. അപ്പോൾ എനിക്കൊരു സഹായമാകുമല്ലോ. അപ്പം ഞാനും വിചാരിച്ചു വന്നാൽ കഴുകട്ടെ എന്ന്. അങ്ങനെ അത് കഴുകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴുകിയിട്ട് അതിൻ്റെ ചോരമയം അങ്ങ് മായുന്നില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കഴുകിയെന്നാൽ പെട്ടെന്ന് ആ ചോര ഇതൊക്കെ മാറും എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഉപ്പൊക്കെ ഇട്ട് കഴുകി നീറ്റാക്കി ചിക്കൻ മാറ്റി വെച്ചേ. എന്നിട്ട് പോർക്കിറച്ചിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വലിയ വലിയ കഷ്ണങ്ങളായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അതൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കുവാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാണ് ഇവിടെ ഇഷ്ടം. വലിയ കഷ്ണങ്ങളായിട്ടിരുന്നാലേ ആർക്കും അത്ര ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അതും കട്ട് ചെയ്ത് ചെറുതാക്കി അതൊക്കെ കഴുകി നീറ്റാക്കി തരാമെന്ന് പറഞ്ഞേ. അപ്പം ഞാനെന്നാൽ വിചാരിച്ച് ഈ സമയം കൊണ്ട് എനിക്ക് കുറച്ച് മസാലയൊക്കെ പൊടിച്ചെടുക്കാനുണ്ടായിരുന്നു. ഞാനിങ്ങനെ മസാലക്കൂട്ടാണ് വാങ്ങിക്കുന്നത്, പൊടി ഞാൻ വാങ്ങിക്കാറില്ല. അപ്പം മസാലക്കൂട്ട് വാങ്ങിച്ചിട്ട് ഞാനിങ്ങനെ പൊടിച്ചെടുക്കും. ഇതിങ്ങനെ പൊടിച്ചെടുത്താലുണ്ടല്ലോ നമുക്ക് ഒത്തിരി ദിവസത്തേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനെന്നാൽ അന്നത് ചെറുതാക്കി ചൂടാക്കിയിട്ട് പൊടിച്ചെന്നാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുമല്ലോ. അതൊന്ന് ചെറുതാക്കി ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് വേഗം അങ്ങ് പൊടിച്ചൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അത് പൊടിച്ചെടുത്ത് ഞാൻ എനിക്ക് ചെറിയ മസാല ബോട്ടിൽസ് ഉണ്ട് കേട്ടോ, അതിലേക്കൊക്കെ ഇട്ട് വയ്ക്കുകയാണ്. ഈ ബോട്ടിലേ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. എൻ്റെ വീട്ടിൽ വരുന്നവരൊക്കെ എപ്പോഴും എന്നോട് ചോദിക്കും എവിടെ നിന്ന് വാങ്ങിയതാണ്, നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ. ഒരു 300 സംതിങ് രൂപയായുള്ളൂ കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഞാൻ 5-6 വാങ്ങിയായിരുന്നു. 6 കൂടിയാണ് 300 സംതിങ്. അപ്പോൾ എനിക്ക് നഷ്ടമായിട്ട് തോന്നിയില്ല. കാരണം ഇങ്ങനെയുള്ള മസാല, കുരുമുളക്, കടുക് അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ല രസമാണല്ലോ കിച്ചണിൽ. അതിരിക്കണ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ചിക്കനെ ഞാൻ വിചാരിച്ചിരുന്നു കറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ മസാല പിടിക്കണമെങ്കിൽ അതൊന്ന് ഒരു വശം പൊളിച്ചെടുക്കണം. അങ്ങനെ ഞാനത് ഒരു വശം പൊളിച്ചിട്ട് അതിനെ അവിടെ ഇവിടെയൊക്കെ അങ്ങ് വരഞ്ഞെടുക്കുവാണേ. വരഞ്ഞെടുത്തിട്ട് അതിൽ മസാലയൊക്കെ നമ്മുടെ പതിവ് മസാലകൾ, മാറ്റമില്ലാത്ത മസാലകൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ കറി മസാല, ഇപ്പോൾ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ ചേർത്തത്. നമുക്ക് ചിക്കൻ മസാല പിന്നെ സവാള വഴറ്റുന്നതിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് വെച്ചു. അപ്പോഴാണ് ഓർത്തത് കുറച്ച് തൈര് കൂടി ഒഴിച്ചെന്നാൽ ചിക്കൻ്റെ മാംസമൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ. എന്നാൽ പിന്നെ കുറച്ച് തൈര് കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ചിക്കൻ വെക്കുന്നതല്ല, ഇതിങ്ങനെ മുഴുവത്തോടുകൂടി ഇങ്ങനെ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് ഉരുളി തന്നെ ഇട്ട് വേവിച്ചെടുക്കാമെന്ന്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇനി വെന്തില്ലെങ്കിൽ പണി കിട്ടില്ലേ. പിന്നെ അതുമല്ല ഒരുപാട് സമയവും എടുക്കും. അപ്പോഴേക്കും ഗ്യാസ് ഒരു വഴിക്കാവും, സിലിണ്ടർ തീരും എൻ്റെ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ കുക്കറിൽ അങ്ങോട്ട് കടത്തിയിട്ട് വേഗം ഒരു വിസിൽ കേൾപ്പിച്ചെടുത്തെന്നാൽ നല്ല പെട്ടെന്ന് വെന്തും കിട്ടുമല്ലോ. അങ്ങനെ ചിക്കൻ അങ്ങ് അടുപ്പത്തേക്ക് കയറ്റിയിട്ട് ഞാൻ അടുത്ത ആളെ എടുത്തു. അത് ഞാൻ പതിവ് പോലെ തന്നെ മസാലയൊക്കെ പുരട്ടി അതിൽ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ടോ, കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടി അങ്ങ് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഞാനത് പോർക്കൊന്ന് വരട്ടിയെടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം
നമുക്ക് ഇങ്ങനെ കഴുകിയും സവാളയൊക്കെ അരിഞ്ഞും പെറുക്കിയൊക്കെ കിട്ടിയെന്നാലുണ്ടല്ലോ പകുതി ജോലി കഴിഞ്ഞ് കേട്ടോ. പിന്നെ അധികം ജോലിയൊന്നുമില്ല. പിന്നെ ഇത് നമ്മളൊന്നങ്ങ് വെച്ചെടുത്താൽ മതിയല്ലോ. പിന്നെ എനിക്കിങ്ങനെ ഇഷ്ടത്തോടു കൂടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ എത്ര രാത്രിയാണെങ്കിലും മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വേണം എന്ന് പറഞ്ഞാൽ ഞാനത് വെച്ച് കൊടുക്കും കേട്ടോ. കാരണം അവരത് ഇഷ്ടത്തോടു കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ. പിന്നെ അപ്പോൾ വെച്ച് കൊടുക്കാതിരുന്ന അപ്പോൾ എനിക്ക് സവാളയൊക്കെ അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അവിടെ നിന്ന് സവാളയും പച്ചമുളക് ഇഞ്ചി അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. അപ്പോഴാണ്ടാ ഇന്ന് പുട്ട് മതി എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൊൻകതിരിൻ്റെ പൊടിയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിക്കുന്നത്. ഈ പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തോനെ വെള്ളമൊഴിച്ച്, അതായത് പൊടി മുങ്ങിക്കിടക്കുന്ന ഓളം തള്ളുന്ന അത്രയും വെള്ളമൊഴിച്ച് അങ്ങ് കുറച്ച് നേരം മാറ്റി വെക്കണേ. മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് കുഴച്ചെടുത്തിട്ട് പുട്ടുണ്ടാക്കിയാലേ നല്ല സോഫ്റ്റ് പുട്ടാണ്. ആദ്യം എനിക്കിത് കുഴക്കാൻ അത്ര അറിയില്ലായിരുന്നു കേട്ടോ. ഇത് ഞാൻ തിരുമ്മി വന്നാലും ഇച്ചിരി ഹാർഡായി പോയിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇതിലൊഴിക്കുന്ന വെള്ളം കുറവാണെന്ന്. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ തോനെ വെള്ളം ഒഴിച്ചിട്ട് ഞാനങ്ങ് മിക്സ് ചെയ്ത് കുറച്ച് നേരം അങ്ങ് മാറ്റി വയ്ക്കും. എന്നിട്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും കേട്ടോ. അത് കുറേ നേരത്തേക്ക് നല്ല സോഫ്റ്റ് പുട്ടായിട്ട് തന്നെ ഇരിക്കുമേ. പിന്നെ അതുമല്ല കേട്ടോ, ഇവിടുത്തെ ആളുകളൊക്കെ പുട്ട് ഈ ഞങ്ങളുടെ വീട്ടിലെ ആളുകളല്ല, ഞങ്ങളുടെ ഈ ദേശത്തെ ആളുകൾ മൊത്തം പുട്ട് ഭ്രാന്തന്മാരാണ്. എല്ലാ ദിവസവും പുട്ട് കൊടുത്താൽ അത്രയും സന്തോഷം. ഇവർക്ക് വേറെയൊക്കെ പലഹാരത്തിനേലും ഏറ്റവും ഇഷ്ടം പുട്ടാണ്. അത് എല്ലാ ദിവസവും എല്ലാ നേരവും കൊടുത്താലും ഒരു മടുപ്പും പറയൂല. പിന്നെ നമുക്ക് ഉണ്ടാക്കാനും സുഖമല്ലേ. പിന്നെ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരി പുട്ടുകടകളുണ്ട് കേട്ടോ. രാത്രിയൊക്കെ തുറക്കുന്നത്, രാത്രി വെളുപ്പിന് വരെയൊക്കെ തുറക്കുന്ന പുട്ടുകടകളുണ്ട് ഒത്തിരി. രാത്രി ആയെന്നാലേ റോഡ് നിറച്ചും വണ്ടി പാർക്ക് ചെയ്തിരിക്കും. ഒത്തിരി ഫിലിം സ്റ്റാർസും ഒത്തിരി പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വന്ന് ഇവിടെ പുട്ട് കഴിക്കാറുണ്ട്. പുട്ടും ബീഫും അതാണ് ഇവിടെ ഈ നാട്ടിലെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആളുകൾ വരാറുണ്ട്. അപ്പം മീനും കൂടി കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ മീനും കൂടി വെട്ടി ക്ലീൻ ചെയ്തൊക്കെ എടുത്തായിരുന്നു. അപ്പം മീനും കൂടി മസാലയൊക്കെ പുരട്ടി വെച്ചെന്നാൽ നമുക്ക് ജോലി എളുപ്പമാവല്ലോ. ഇതിനിടയിൽ ഞാൻ ഉരുളി വെച്ചിട്ട് കുറച്ച് സവാളയൊക്കെ ഇട്ട് വഴറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ സവാള കുറച്ച് വഴന്നു വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് ഇട്ട് കൊടുത്തു. ഇനി അതങ്ങ് വഴന്നു വന്നപ്പോഴത്തേക്കും തക്കാളി ഇട്ട് കൊടുത്തു. അപ്പോൾ തക്കാളിയും അതൊക്കെ എല്ലാം കൂടി സെറ്റായപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ നമ്മുടെ ചിക്കൻ മസാല, ആ ചിക്കൻ മസാലയാണ് നമ്മൾ ആദ്യം ഗരം മസാലയാണല്ലോ പുരട്ടി വെച്ചത്. അപ്പോൾ ചിക്കൻ മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതങ്ങ് നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണേ. അത് നന്നായിട്ട് സെറ്റായി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുവാണ് കേട്ടോ. അതങ്ങ് നന്നായിട്ട് വഴന്നു വന്നപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് ആ ചിക്കനെ അങ്ങ് അതിലേക്ക് തട്ടിയിട്ട്, എന്നിട്ട് ആദ്യം അത് പോരുന്നുണ്ടായിരുന്നില്ല. ദൈവമേ, എൻ്റെ കയ്യും പൊള്ളുന്നുണ്ടായിരുന്നു. ഇത് എങ്ങനെ പുറത്തെടുക്കുമെന്ന് വിചാരിച്ച് അവസാനം അതങ്ങ് താഴെ വീണു. അങ്ങനെ ചിക്കനെല്ലാം ഇട്ടിട്ട് ഞാനപ്പോൾ വിചാരിച്ചു ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ചിക്കൻ കറി പോലെ ആകുമല്ലോ. അപ്പോൾ റെഡി ആകട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ അതിനെ എടുത്ത് അപ്പുറത്തെ അടുപ്പിലേക്ക്, കാരണം എനിക്ക് ഈ സൈഡിൽ നിന്ന് ചെയ്യുന്നതാണ് ഒരു ഇണക്കം. അതുമല്ല ഇവിടെയാണ് ഞാൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ നല്ല നിങ്ങൾക്ക് അടുത്തത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ശരിയാക്കിയ ചിക്കന് നമ്മൾ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് വേറൊരു ഉരുളി വെച്ച് നമ്മുടെ പതിവ് കാര്യങ്ങൾ, അതായത് സവാള വഴറ്റുന്നു, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ എല്ലാം ഇട്ട് മൂപ്പിച്ച്, ഇതിലിത്തിരി കുരുമുളക് പൊടി അധികം ഇട്ടോ. കാരണം ഇറച്ചിയിൽ കുരുമുളക് പൊടി ഇട്ട് ഇങ്ങനെ നന്നായിട്ട് പുരട്ടിയെടുത്താലേ നല്ല സൂപ്പറായിരിക്കും അത്. അപ്പം ഞാൻ ഇതിലിത്തിരി കുരുമുളക് പൊടി അധികം ഇട്ടിട്ട് പോർക്കും ഇങ്ങോട്ട് സെറ്റാക്കി. ഇപ്പം നമ്മുടെ 2 കറിയും അടുപ്പത്തായിട്ടുണ്ട്. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പുട്ടുണ്ടാക്കണം, മീൻ വറുക്കണം, ഇത്രയേ ഉള്ളല്ലോ. പിന്നെ ഇന്ന് ഇതൊക്കെ ചെയ്ത് വെച്ചെന്നാൽ നാളെ ഹാപ്പി സൺഡേ ആവും. കാരണം നാളെ അധികം ജോലിയൊന്നും ഉണ്ടാവില്ല, ഈ കറിയുടെ ബാക്കിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നാളെ എനിക്ക് അധികം ഒന്നും ചെയ്യേണ്ട. വീട് ക്ലീനിങ്ങും പിന്നെ
കറി വെക്കലും എല്ലാം ഇന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ ഇത്തിരി ജോലി ഉണ്ടാവുള്ളൂ, ചോറ് മാത്രം വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ പോർക്കിറച്ചിയൊക്കെ സെറ്റായി നല്ല പെരണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ചിക്കൻ അവിടെ റെഡി ആയിട്ടില്ല കേട്ടോ, അതൊന്നുകൂടി ഒന്ന് അടുക്കാനുണ്ട്, ആ വെള്ളമൊക്കെ പറ്റി. എന്നാൽ പോർക്കിനെ അങ്ങ് ഇറക്കി വെച്ചിട്ട് ഞാൻ ആ അടപ്പിലേക്ക് പുട്ടെടുത്ത് വെച്ചു. അപ്പം ഈ പുട്ട് ഇവിടെ ഇരുന്ന് സെറ്റായി വരുമ്പോൾ പുട്ടിൻ്റെ പണിയും കഴിയുമല്ലോ. നമ്മളിങ്ങനെ മാറാതെ നിന്ന് അവിടെ നിന്ന് ഓരോന്ന് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരുന്നാൽ പെട്ടെന്ന് ജോലിയായി കഴിയേ. അപ്പം ഞാൻ അപ്പുറത്ത് ആ ചിക്കനൊന്നും മറിച്ചിടുന്നുണ്ട്. ഇത്തിരി പണിപ്പെട്ടു കേട്ടോ, മുഴുവനത്തോടെ ആയതുകൊണ്ടേ ചിക്കനൊന്നും മറിച്ചൊക്കെ ഇടാൻ. എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് അതൊക്കെ മറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ആ പുട്ട് ഞാൻ കുത്തി ഒരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് കണ്ടതേ നല്ല സോഫ്റ്റ് പുട്ടാണേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്നത്തെ പുട്ടിൽ തേങ്ങയൊന്നും ഇട്ടില്ല കേട്ടോ, ഞങ്ങൾക്ക് തേങ്ങക്ക് നല്ല ക്ഷാമമാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ പഴവും പപ്പടവും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ തേങ്ങയൊക്കെ നിറയിട്ട് ഉണ്ടാക്കും. പക്ഷെ ഇന്ന് ഇത്രയും കറിയൊക്കെ ഉണ്ട്, അതും കടലക്കറി അങ്ങനെയൊന്നും അല്ലല്ലോ, ചിക്കനും ഇതൊക്കെ ഇറച്ചിക്കറിയൊക്കെ ആകുമ്പോഴത്തേക്കും തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആ ചിക്കനിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി, കാരണം അതും പറ്റിപ്പോയെന്നാൽ പോർക്കിലും അധികം ഗ്രേവിയില്ല. ഇവർക്ക് പുട്ടിലിങ്ങനെ ചാറിൽ മുങ്ങിക്കിടക്കണം പുട്ട്. അപ്പം പിന്നെ പുട്ടിലൊഴിക്കാൻ അന്നേരം എന്നോട് ചോദിച്ചെന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ചിക്കൻ്റെ ഗ്രേവി കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ചിക്കനും അങ്ങ് സെറ്റായിട്ടോ, നല്ല ആ മസാലയൊക്കെ ആ ചിക്കത്തിലൊക്കെ അങ്ങോട്ട് പിടിച്ച് എല്ലാത്തിലും പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം ഞങ്ങളത് കഴിക്കാമെന്ന് വിചാരിച്ച് താഴെ അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചോറും ചിക്കനും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന ഒരു രസമല്ലേ, നമ്മൾ ഒറ്റയ്ക്ക് കഴിച്ച ആ ഒരു ഇത് കിട്ടില്ലല്ലോ. അങ്ങനെ എല്ലാവരും കൂടി കഴിക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് തണ്ണിമത്തനും ഭംഗി കൂട്ടാൻ കുറച്ച് സാലഡും ഒക്കെ അരിഞ്ഞു വെച്ച്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എന്നാൽ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാവേ. ശരി.